ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു നോർമലായിട്ടുള്ള ഷെയ്ഡിങ്, ഒരു സിമ്പിൾ ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള 120 GSത്തിൻ്റെ പേപ്പറാണ്. പിന്നെ ഒരു ലെഡ് പെൻസിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബർ-കാസ്റ്റലിൻ്റെ ബൈ കളർ പെൻസിൽസാണ്. ഇത് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ലെഡ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ ഇടുവാണ്. ഔട്ട്ലൈൻസ് എപ്പോഴും മാക്സിമം ലൈറ്റായിട്ട് ഇടാൻ നോക്കുക. അത് കളർ ചെയ്യുമ്പോഴേക്കും ആ ഔട്ട്ലൈൻ ഒരു പ്രശ്നമായിട്ട് വരരുത്. അപ്പോൾ ആ രീതിയിൽ വേണം, ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻസ് എപ്പോഴും ഇടാൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേപ്സ് വരയ്ക്കുന്നതിന് അതൊക്കെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലെയർ അടിക്കുവാണ്. അപ്പോൾ ബേസ് ലെയർ അടിക്കുമ്പോഴേക്കും എപ്പോഴും നമ്മൾ സർക്കുലർ മോഷനിൽ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് വേണം. ഫുൾ ആ ഹോൾ പിക്ചർ നമ്മൾ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് വയലറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. നമുക്ക് റേറ്റ് കുറഞ്ഞ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വരയ്ക്കാൻ സാധിക്കും. വില കൂടിയ പെൻസിൽസ് യൂസ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതിനനുസരിച്ച് നമുക്ക് പേഷ്യൻസ് വേണം, ക്ഷമ വേണം എന്നേ ഉള്ളൂ. നമ്മൾ അതനുസരിച്ച് പയ്യെ ചെയ്യുവാണെങ്കിൽ എല്ലാ കാര്യവും നന്നായിട്ട് വരും. ഇപ്പം ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് അതിൻ്റെ ലീഫും അതേപോലെ തന്നെ തണ്ടിൻ്റെ ഭാഗവും ഞാൻ വരയ്ക്കുവാണ്. അതും ഇതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള പ്രഷറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബേസ് ലെയർ വെച്ചിട്ടുള്ള ഷെയ്ഡിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഈ ബേസ് ലെയറിൽ നമ്മൾ കൂടുതലും ലൈറ്റ് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻസിൽ കുറച്ച് ഡാർക്ക്നെസ് കൊടുത്തിട്ട് ഡാർക്ക് പോർഷൻസ് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ ഷെയ്ഡ്സ് വരുന്ന പോർഷൻസിൽ നമുക്ക് വയലറ്റ് കളറും അതേപോലെ തന്നെ ബ്ലാക്കും യൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ അതേപോലെ തന്നെ അൾട്രാമറൈൻ ബ്ലൂവും പർപ്പിളും ഇതാണ് മെയിൻ, പിന്നെ വയലറ്റും. ഇതാണ് ഞാൻ മെയിനായിട്ടും ഈ ഡ്രോയിങ്ങിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്ന കളർ പെൻസിൽസ്. എപ്പോഴും നമ്മൾ ഷാഡോസ് എവിടേക്കാണ് വരുന്നതെന്ന് നോക്കുക, ഡാർക്ക് പോർഷൻസ് എവിടേക്കാണ് വരുന്നതെന്ന് നോക്കുക. സെക്കൻഡ് ലെയർ നമ്മൾ അടിക്കുവാണ്. ഫസ്റ്റ് ലെയർ ബേസ് ലെയർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ്സിലോട്ട് കിടക്കുക. പിന്നെ പിങ്ക് കളറും അതേപോലെ തന്നെ റെഡ് കളറും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് അത് തരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഉള്ള കളേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ബൈ കളർ പെൻസിൽസിൽ 12 ഷെയ്ഡ്സേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് വരയ്ക്കാൻ വൈറ്റ് പെൻസിൽസ് ഒന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വൈറ്റ് ആക്കി വിടുക. ആ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കളർ ചെയ്യാതെ ചുറ്റുമുള്ള ഏരിയാസിൽ കളർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ അതേപോലെ തന്നെ നിൽക്കും. അപ്പം ഹൈലൈറ്റ്സും അതേപോലെ തന്നെ ഷാഡോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പടത്തിനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 3/4 മണിക്കൂർ എടുത്താണ് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും സമയമെടുത്ത് പയ്യെ ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ളൊരു എഫക്റ്റ് നമുക്ക് ഈ ഡ്രോയിങ്ങിൽ കിട്ടിയത്. ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ പേപ്പറായിട്ടും വില കുറഞ്ഞ പെൻസിലായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ ബൈ ലെയറായിട്ട് ഓരോ കളേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് തന്നെ ലെയർ ചെയ്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വരെ ചെയ്യുക. ഏതൊരു ഒബ്ജക്റ്റ് നമ്മളൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്താലും അവിടെ ഷാഡോ ഉണ്ടാകും. അപ്പം ഷാഡോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പടത്തിനൊരു നല്ലൊരു ഇഫക്റ്റ് തരുന്നതും ഷാഡോസാണ്. അപ്പോൾ ഷാഡോസ് വരയ്ക്കാൻ മറക്കരുത്. അത് മാക്സിമം ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്ത് തന്നെ കൊടുക്കുക. ബ്ലാക്ക് അവൈലബിൾ അല്ലെങ്കിൽ പോലും ഡാർക്കായിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അതിനെ മാക്സിമം ഡാർക്കാക്കി വെക്കുക. കാരണം ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കുമ്പോഴാണ് അതിന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം നമ്മൾ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാൻ. അതായത് ആ ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ പോർഷൻസ് ഉണ്ട്, ചെറിയ കളർ ചേഞ്ചസ് വരുന്ന ഏരിയാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ അത് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എവിടേക്കാണോ ഡാർക്ക് ഏരിയാസ്, എവിടേക്കാണോ ലൈറ്റ് ഏരിയാസ്, എവിടെയാണ് ലൈറ്റ് അടിച്ച് ഹൈലൈറ്റഡ് ആവുന്ന ഏരിയാസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ചെയ്തിട്ട് നമ്മൾ അതനുസരിച്ച് ഓരോ കളേഴ്സ് കൊടുക്കുക.
ഞാനിവിടെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് പർപ്പിള്, അതുപോലെ റെഡ്, വയലറ്റ്, അൾട്രാമറൈൻ ബ്ലൂ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ലെയറിങ് കറക്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ ആ പേപ്പർ വൈറ്റ് നമുക്ക് കാണാത്ത രീതിയിലാകും. അപ്പോഴാണ് കറക്റ്റ് സ്മഡ്ജായിട്ട് ബ്ലെൻഡിങ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ചില ഏരിയാസിൽ റെഡും പർപ്പിളും നല്ല രീതിയിൽ എടുത്തറിയുന്നുണ്ട് റെഫറൻസ് പിക്ചറിൽ. സോ അതുകൊണ്ട് തന്നെ റെഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, വയലറ്റ് അങ്ങനെയുള്ള ഷെയ്ഡ്സ് വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഇവിടെ ഞാൻ ഒരു തരത്തിലുള്ള സോൾവെൻറ്റോ ഒരു തരത്തിലുള്ള ബ്ലെൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസോ ഒന്നും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പെൻസിൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങളും ജസ്റ്റ് നോർമൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻസിൽസ് വെച്ചിട്ട് ഇതുപോലെ പയ്യെ ഇരുന്ന് ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മാക്സിമം നല്ല ക്ലാരിറ്റി ഉള്ള റെഫറൻസ് പിക്ചർ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതിലുള്ള ഷെയ്ഡ്സും ലൈറ്റും എല്ലാം ഷാഡോസും എല്ലാം നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നോർമലായിട്ട് വരച്ച് കഴിഞ്ഞാൽ എത്ര ക്വാളിറ്റി കുറഞ്ഞ പെൻസിലാണെങ്കിൽ പോലും നമുക്കത് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. 70 രൂപയുടെ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ 12 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഉള്ളത് വെച്ച് നല്ല രീതിയിൽ വരയ്ക്കാൻ നോക്കുക. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്